റബ്ബിൻ്റെതാണ് മസാജിദെന്നറിയേണ്ടതാ. സൂറത്ത് ജിന്നിൽ നോക്കിയാൽ കാണുന്നതാ. അവനുള്ള ഭവനം എന്ന ബഹുമതിയുള്ളതാ. അതുകൊണ്ട് തന്നതിനുള്ള സീറ്റേറുന്നതാ. ഇതുകൊണ്ട് ഭൗതിക വിഷയമൊന്നും തന്നെ പാടില്ല പറയാനും കടന്നാൽ പിന്നെ. നീ പള്ളിയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഹസനാത്ത് നീ അറിയാതെ തുലയുന്നുണ്ട്. പുല്ലങ്ങിനാണോ കാലികൾ തിന്നുന്നത്, അതുപോലെയാണെന്നാണ് നബി പറയുന്നത്. ഇത് നീ മജാലിസിൽ നോക്കിയാൽ കാണുന്നതാ. 81 വ്യക്തമായി പറയുന്നതാ. രണ്ടാള് പള്ളിയിൽ വന്ന് തായിഫിലുള്ളവർ സംസാരിക്കുന്നത് കേട്ട് സയ്യിദുനാ ഉമർ അവർക്കുള്ള പേരറിവില്ല എങ്കിൽ തന്നെ ഗോത്രം തഖീഫാണെന്ന് പറയാം പൊന്നെ. അവരെ പിടിച്ചുടൻ ഹാജരാക്കണമെന്ന് കൽപ്പന ഖലീഫ കൊടുത്തുടൻ അവർ വന്ന്, നിങ്ങൾ വിദേശികൾ തന്നെ, അതിനാൽ വിട്ടതാ, അല്ലാത്ത പക്ഷം നല്ല ശിക്ഷ തരേണ്ടതാ. നബിക്കുള്ള പള്ളിയിലോ ഇതേ ശബ്ദം ഇടൽ എന്നും ഖലീഫ പറഞ്ഞ ദേഷ്യ സ്വഭാവമിൽ. ഈ സംഭവം നോക്കാം, ബുഖാരിയിലുള്ളതാ. അത് ബാബ് റഫ്ള സൗത്ത് അതിൽ കാണുന്നതാ. ഖലഫ് ഇബ്നു അയ്യൂബ് എന്നവർ ഒരു ദിവസമിൽ ഇരിക്കുന്ന സമയം വന്നു ദാസൻ പള്ളിയിൽ ചോദിച്ചതെന്തോ ഭവന വിഷയം തന്നത്. പുറത്തേക്ക് വന്നിട്ട ജവാബുണ്ടായത്. അതിൽ പിന്നെ വീണ്ടും പള്ളിയിൽ കയറുന്നതായി. എന്നിട്ട് തൻ്റെ സ്വഭാവവും വിവരിക്കലായി. എനിക്കിഷ്ടമില്ല കലാമ് ദുന്യവിയായത്. റബ്ബിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പറയുന്നത്. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 71 പേജ് അതിൽ വിവരിച്ചതാ.